അങ്ങോട്ട് നടക്ക് പോ. എന്റെ മുൻപത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും പഴയ തോട്ടത്തിൽ നിന്ന് വെട്ടാൻ കയറി ഒന്ന് അവിടെ പാലെടുക്കാൻ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ എൻ്റെ ഇന്നത്തെ വീഡിയോയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണം. അപ്പോൾ ഇനി മുതൽ പാലെടുക്കൽ പണിയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിന് രാവിലെ തന്നെ ഞാൻ കുറച്ച് പണികളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാലെടുക്കാൻ പോകുമ്പോഴേക്കും ഭൂരിയൊക്കെ ഉണ്ടാക്കാനാണ്. ഒക്കെ നേരത്തെ വെട്ടാനൊക്കെ പോയി ഇക്കാക്കുള്ളത് കൊണ്ടുപോകണം പാത്രത്തിൽ. പിന്നെ കുട്ടികൾക്ക് മദ്രസയിൽ പോകുമ്പോഴേക്കും അവർക്കും കഴിക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭൂരിക്ക് എന്തായാലും ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്, അടിപൊളി ടേസ്റ്റ്. ഇവിടെ ആ കറി തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ കുറേ ദിവസമായി ഭൂരിയൊക്കെ ഉണ്ടായിട്ട് നോമ്പ് കഴിഞ്ഞതിന് ശേഷം, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഭൂരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചപ്പാത്തിനേക്കാളും കുറച്ച് പെട്ടെന്ന് എളുപ്പം ഭൂരിപ്പണിയാണ് കേട്ടോ തോന്നുക. അപ്പോൾ ആദ്യം തന്നെ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്താ ഭൂരിയും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യത്തെ ഇതിന് മുമ്പ് വെട്ടിയ ആ തോട്ടത്തിലല്ല കേട്ടോ ഇനി മുതൽ നമ്മൾ വെട്ടുന്നതൊന്നും അവിടെയല്ല. പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളിനി എവിടെയാണ് പണിയെടുക്കുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അതാ കുട്ടികൾക്കൊക്കെ ഭൂരിയൊക്കെ കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞാനും വേഗം കഴിക്കുകയാണ്. 9:15 ഇവിടുന്ന് ബസ് വരും, അതിനാണ് കേട്ടോ പോണത്. പിന്നെ അത് പാലെടുത്ത് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഇന്നപ്പോൾ പാലെടുക്കാൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം കുറച്ച് വൈകി. ചോറ് വെച്ചു, ഇങ്ങോട്ടേക്ക് പുളിച്ചാറ് വെച്ചു. ഇനി കുറച്ച് ഈ ഉണക്കമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ പഴയ തോട്ടത്തിൽ തന്നെ വെട്ടാനൊക്കെ കയറിയിട്ടാ. താമസം ഇവിടെ തന്നെയാണ്, കോട്ടേഴ്സിലാണ്. അപ്പോൾ എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും പഴയ തോട്ടത്തിൽ തന്നെ വെട്ടാൻ കയറി. ഒന്ന് അവിടെ പാലെടുക്കാനൊക്കെ പോയിട്ടൊക്കെ വന്നു. അപ്പോൾ ഇന്നലെ മുതൽ പാലെടുക്കാനൊക്കെ തുടങ്ങി. പിന്നിപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ അങ്ങോട്ട് താമസമൊന്നും മാറിയിട്ടൊന്നുമില്ല, അത് ഉറപ്പൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് താമസം മാറുന്ന കാര്യം ഉറപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുട്ടികളുടെ വാപ്പാൻ്റെ തീരുമാനം പോലെ ആയിരിക്കും. പണിയൊക്കെ ചെയ്തിട്ട് പാലെടുക്കാൻ നമ്മളേക്കും പണിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി. ഇവിടെ പിന്നെ വിറകെടുത്തില്ലല്ലോ, എല്ലാം ഗ്യാസിൽ തന്നെയല്ലേ വെക്കേണ്ടത്. എനിക്കാണെങ്കിൽ ഗ്യാസ് ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പേടിയാണ് കേട്ടോ. ഞാൻ കുറ്റി ഇതുവരെ ഗ്യാസ് കുറ്റി മാറ്റിയിട്ടില്ല. പിന്നെ അവർ വന്നിട്ടാണ് ഒക്കെ മാറ്റി തന്നത്. കാക്കാൻ്റെ മകള് കുറച്ച് പുതിയ പുളിയൊക്കെ തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കറി വെക്കുമ്പോൾ ഇതുപോലെ ഈ പുതിയ പുളിയൊക്കെ ഇടും. പിന്നെ പഴയ പുളി എൻ്റെ അടുത്ത് കുറച്ച് അധികം ഉണ്ട്. രാവിലെ പൂരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്ക് പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ ഞാൻ വരുമ്പോഴേക്കും പൂരിയൊക്കെ കഴിച്ചിരിക്കണം. ഇത് കുറച്ച് തേങ്ങ ചമ്മന്തി അരയ്ക്കാനാണ്. ഉണക്കമുളകൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ തേങ്ങ ചമ്മന്തി അരയ്ക്കണം. പിന്നെ കുറച്ച് കയ്പ്പയ്ക്കുണ്ട്. ഇതൊരു ചെറിയൊരു ഉപ്പേരിയും കൂടെ വെച്ചെടുക്കണം. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഞാൻ തോട്ടത്തിൽ പാലെടുക്കാൻ വേണ്ടി പോയിട്ടോ. കുട്ടികൾ മദ്രസയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ അടുത്തുള്ള റബ്ബറൊക്കെ മുറിച്ച് മാറ്റി. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പൊന്തകൾ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുതലാളിൻ്റെ അല്ല, വേറെ മുതലാളിൻ്റെയാണ്. അപ്പോൾ ഈ വഴിയൊക്കെ ഞങ്ങൾ മുൻപ് പോകുമ്പോൾ നല്ല റബ്ബറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി സൂപ്പർ വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫുൾ റബ്ബർ മുറിച്ച് മാറ്റിയപ്പോൾ മുഴുവൻ അവിടെ ഇങ്ങനെ കുട്ടിക്കാടായിട്ടാണ്. ഈ പൊടിയനി ഇലൻ്റെയൊക്കെ വന്നിട്ട് അങ്ങനെ പൊന്ത പോലെയൊക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല നല്ല വെയിലുമാണ്. എനിക്കാണെങ്കിൽ വെയിൽ കൊണ്ട് അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ തലവേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താ ചെയ്യുക, നമ്മളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആണല്ലോ. അങ്ങനെ ഞാനും അയാൻകുട്ടിയൊക്കെയും കൂടെ വീട്ടിൻ്റെ അവിടുത്തെ പാലെടുക്കൽ കഴിഞ്ഞ് അപ്പുറത്തെ തോട്ടത്തേക്ക് പാലെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടു മറന്നിട്ടുണ്ടാവില്ല, എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പഴയ മുതലാളി ഇങ്ങോട്ട് തന്നെ വെട്ടാൻ വിളിച്ചു കേട്ടോ.
കുറച്ചിങ്ങനെ ഒരു കൂലി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പറഞ്ഞൊക്കെ സോൾവ് ചെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വെട്ടാൻ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറേ വർഷങ്ങളൊക്കെ നിന്ന് വെട്ടിയ തോട്ടമാണ്, ഒരു 10 വർഷത്തിന് കൂടുതൽ നിന്നതാണ്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ ഞങ്ങൾ വെട്ടാൻ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർഷമാണ് ഇവിടെ നിന്ന് മാറി താമസിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴൊന്നും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കയറും എന്നൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വെട്ടാൻ വന്നു. അപ്പോൾ ഇക്ക പറയണത് അപ്പോൾ ഇവിടെ നല്ലൊരു വീടും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ താമസിച്ചൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കും കുട്ടികൾക്കും അതങ്ങോട്ട് അത്ര ഉൾക്കൊള്ളാൻ കഴിയണില്ല. എൻ്റെ കാര്യം പിന്നെ അത്ര ഇതില്ല, മക്കൾക്ക് തീരെ പറ്റണില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് വീണ്ടും മദ്രസയ്ക്കൊക്കെ ഞങ്ങൾ ഈ കാട്ടിനകത്തൂടെ പേടിച്ച് പോകണ്ടേ എന്നൊക്കെയാണ് കേട്ടോ അവർ പറയണത്. കൂടെ ഞാൻ ആക്കാൻ പോവുകയും ചെയ്യും. എന്നാലും മക്കൾക്ക് ഇപ്പോൾ 1 വർഷത്തോളം ഇങ്ങനെ പുറത്തൊക്കെ വന്ന് ഇരുന്നിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകിയപ്പോൾ വീണ്ടും അവർക്ക് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ നല്ലൊരു വിഷമമുണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ. സന്ധ്യ നേരം മഗ്‌രിബിൻ്റെ ഒരു നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഈ കാലം കോഴി കുറ്റിച്ചൂടൻ എന്നൊക്കെ പറയില്ല, അതൊക്കെ ഇങ്ങനെ ഇവിടെ കരയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭയമാണ് കേട്ടോ. എന്തായാലും ഒരു മരണം നമുക്കുണ്ട്, എന്നാലും ആ സമയമൊക്കെ ആകുമ്പോൾ ഒരു ഭയമാണ്. പിന്നെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും കേട്ടോ. നമുക്കങ്ങനെ ഒരു അത്ര നമ്മളിങ്ങനെ മക്കളോടൊക്കെ സംസാരിച്ചിരിക്കാം. പിന്നെ മക്കൾ സ്കൂളിലേക്കും എല്ലാം പോയി കഴിഞ്ഞാൽ ഞാനും കുട്ടിയും ഇവിടെ ഒറ്റയ്ക്കാവും. ആ സമയത്ത് പല ചിന്തകളും ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ട് ഓരോ ചിന്തകളും മനസ്സിലിങ്ങനെ വരും കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് നമ്മളുടെ ആളോടൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ സാമ്പത്തികമൊക്കെ നോക്കുമ്പോൾ നല്ലൊരു തുക വാടക കൊടുത്തിരിക്കാനും കുറച്ച് പ്രയാസം തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടും അറിഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് വീടിൻ്റെ പുറകു വശമാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് ഇനി മക്കൾ മദ്രസയ്ക്കൊക്കെ പോക്കും വരവും ഉണ്ടാവുക. അപ്പോൾ ആ സ്ഥലവും ഇതേപോലെയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ മുതലാളിയുടെ അല്ല വേറൊരാളുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരുപാട് അങ്ങോട്ട് വൃത്തിയാക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമവും ഉണ്ട്, എന്നാൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കാലം നടന്നത് ഇരുന്ന സ്ഥലമല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ രണ്ടിൻ്റെയും ഒരു ഇടയിൽപ്പെട്ടൊരു അവസ്ഥയിലാണ് കേട്ടോ. പിന്നെ എന്നും ഒരുപാട് സുഖസൗകര്യങ്ങൾ നോക്കി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ മനസ്സിലൊരു തീരുമാനം ഉറപ്പിച്ചെടുത്തു, നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ 6 അടി മണ്ണിൻ്റെ അടിയിൽ കിടക്കേണ്ടവരാണല്ലോ നമ്മളൊക്കെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഒരു സ്വർഗം പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കരുതി സമാധാനിക്കും. അപ്പോൾ എന്ത് വന്നാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ, കുറച്ച് നമ്മളെക്കാളും താഴ്ന്നതായിട്ടും അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതി സമാധാനിക്കുക തന്നെ. അപ്പോൾ എന്തായാലും നമ്മളൊരിക്കൽ മരണപ്പെട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇതൊന്നും കിട്ടില്ല, ഈ സുഖസൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും കുറച്ച് കാലമെങ്കിലും സുഖത്തോടെ നമ്മൾ കുറച്ച് പുറലോകത്തൊക്കെ വന്നിരുന്ന്, അതായത് പുറത്തൊക്കെ വന്നിരുന്ന് കുറച്ചൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വീടൊക്കെ ആവട്ടെ, അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങോട്ടൊരു തിരിച്ച് വരവ് എന്തായാലും ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾ പറയണ പോലെ നമ്മൾക്ക് കേൾക്കണം. അവരാണ് പണിയെടുത്ത് കുടുംബം നോക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് പോലെ കേൾക്കണം. പിന്നെ അവരുടെ വരുമാനത്തിനൊത്ത് ജീവിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണമല്ലോ അല്ലേ. ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിലും അത് ഉൾക്കൊണ്ടേ മതിയാവും, അല്ലാതെ വേറൊരു നിവൃത്തിയും വേറൊരു മാർഗവും ഞങ്ങൾക്ക് മുന്നിലില്ല. അപ്പോൾ കുറച്ചൊക്കെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ കാട്ടിലേക്ക് തന്നെ ഒരു തിരിച്ചു പോക്കുണ്ടാവും എന്നാണ് ഒരു തോന്നൽ. അങ്ങനെ തന്നെ ആവും എന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മക്കളിനോടൊരു കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇനി മുതൽ നടന്നൊന്നും പോകണ്ട, അവിടെ പോയി 2 മാസത്തിനുള്ളിൽ നമുക്ക് രണ്ടാൾക്കും ഓരോ സൈക്കിളൊക്കെ നിങ്ങൾക്ക് മേടിച്ച് തരാം എന്നൊക്കെ വാപ്പ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഓരോ മാസത്തെ വാടക അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് 2 പേർക്കും ഓരോ സൈക്കിൾ വാങ്ങിത്തരാം. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല റോട്ടിലൂടെ കുറച്ച് ദൂരം നടക്കണം കേട്ടോ, നല്ല റോഡുണ്ട്. അപ്പോൾ അതിലൂടെ സൈക്കിളിൽ നിങ്ങൾക്ക് മദ്രസയ്ക്ക് പോവുകയും വരികയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊരു ചെറിയൊരു ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു സന്തോഷം പോലെയുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞ് അവരിനൊന്ന് മനസ്സിലാക്കിപ്പിച്ചതാണ് കേട്ടോ. ഒന്ന് അവർക്കൊരു മനസ്സിലേക്കൊരു സമാധാനം സന്തോഷം കൊടുത്തതാണ്. അതൊക്കെ ഇനി വലിയ ആവുള്ളൂ. ഇനി സ്കൂൾ തുറക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ നമ്മളെ പോലെ സാധാരണപ്പെട്ടവർക്ക് അതൊക്കെ ഒരു വലിയൊരു ചിലവ് തന്നെയാണ്. യൂണിഫോം അടിക്കൽ, പിന്നെ ബാഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അവർക്ക് രണ്ടാൾക്കും 2 സൈക്കിൾ വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് അപ്പോൾ മദ്രസയ്ക്ക് പോകുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ നല്ല വഴി കൂടെ അവർക്ക് പോവുകയും വരികയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.